ഹലോ ആൻറ്റി, ഞാൻ പാർവതിയാ. റോഹൻ്റെ കയ്യിലൊന്നും എടുക്കാവോ? ഹലോ ഹലോ കുഞ്ഞുപപ്പി, ഞാൻ ചിക്കുവാവയാ. ആ ചിക്കുവാവ, ഞാൻ വിളിക്കുമെന്ന് വിചാരിച്ചില്ല. ചിക്കുവാവ ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല, എനിക്ക് കാലുവേദനായിരുന്നു. കുഞ്ഞുപപ്പി എന്താ പോവാഞ്ഞ്? എനിക്ക് തലവേദനയായിരുന്നു. അയ്യോ, ചിക്കുവാവ മൺഡേ ക്ലാസ്സിന് വരുമോ? കുഞ്ഞുപപ്പി വരുമോ? ഞാൻ വരും. എന്നാ പിന്നെ ഞാനും വരും. എന്താ ചിക്കുവാവ എപ്പോഴും ഫോൺ വിളിക്കാത്ത? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോൺ വിളിക്കുന്നത് നോക്കിയിരിക്കും. എന്താണെന്നറിയോ കുഞ്ഞുപപ്പി, കുഞ്ഞുപപ്പിയുടെ വീട്ടുകാരെ പോലെയല്ല ഞങ്ങളുടെ വീട്ടുകാർ. തീരെ പ്രൈവസി ഇല്ല. ആണോ? എന്റെ അച്ഛനും അമ്മയും എന്റെ കാര്യങ്ങൾക്ക് എപ്പോഴും കൂടെ നിൽക്കും. എൻ്റെ കൂടെ നിൽക്കും, പക്ഷെ എപ്പോഴാ കൂട് മാറുന്നതെന്ന് അറിയാൻ പറ്റില്ല. കുഞ്ഞുപപ്പി, ഞാൻ പിന്നെ വിളിക്കാവേ. பாரு நீ இங்க இருக்கியா? நான் பால் கொண்டு வந்தேன். பால். താങ്ക്സ്. நீ யார்கிட்ட பேசுன? ആരോടും പേസിയില്ല. எனக்கு ஆனா நீ பேசுற மாதிரி தோணுச்சே. ഇല്ല ആൻറ്റി. சரி, பால் குடி, நான் போறேன். എവിടെ കൊണ്ടുപോയി വെച്ചത്? ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോയപ്പോ ഇങ്ങനെ കറക്റ്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഐഡിയ വെച്ചിരുന്നു. ഞാൻ ബട്ടിലായി പോയിരുന്നു. അല്ല, അവിടെ ഉള്ള എൻ്റെ കൈവാക്കിന് വെച്ചിരുന്നല്ലോ. അത് ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഇത് എനിക്ക് ദേഷ്യം വരുന്നു. അമ്മായി, ഗൗരി അമ്മായി, അമ്മൂമ്മ, അമ്മൂമ്മ, കനകാന്റി, ഗൗരി അമ്മായി, പാറു എവിടാ? അയ്യോ, എന്തുവാടാ കടന്ന് വിളിച്ചു പോകുന്നേ? എന്ത് കിടന്ന് കാർന്ന്? എന്റെ ഫോൺ കണ്ട? നിന്റെ ഫോൺ നിന്റെ കയ്യിലല്ലേ? ഞങ്ങളെന്താ ചോദിക്കണേ? ഫോൺ കാണാത്തോണ്ടല്ലേ ചോദിക്കണേ. ഇവിടെ എവിടെയെങ്കിലും നോക്കടാ. എന്റെ അടുത്തുണ്ടായിരുന്നു ഫോണ്. ഓ, ഇപ്പൊ എവിടെയെങ്കിലും ഇറങ്ങി പോയി കാണും. എന്തോന്ന് ഇറക്കാ? നിന്റെ ഫോൺ ആരെടുത്തോണ്ട് പോവാനാ? എന്റെ അമ്മൂമ്മു, ഞാൻ ഈ റൂമില് കിടക്കുമായിരുന്നു. ഈ റൂമില് കിടക്കുമായിരുന്നു. കിടക്കുമ്പോ എന്റെ കൈവാക്കിന് എന്റെ മൊബൈൽ ഉണ്ടായിരുന്നു സൈഡില്. എണീറ്റപ്പോ കാണാനില്ല. ഫോണ് നടന്നു പോയി കാണും. ഈ സമയത്ത് ഒരുമാതിരി തമാശ അടിക്കില്ല കേട്ടാ എനിക്ക്. എന്റെ നിങ്ങൾ ആരെങ്കിലും ഫോൺ കണ്ട? കനാൻറ്റി ഫോൺ കണ്ട? ഞാൻ പാക്കലടാ. കണ്ടില്ലേ? ഇല്ല. അമ്മൂമ്മ എന്തെങ്കിലും ആവശ്യത്തിന് വല്ല എന്റെ ഫോൺ എടുത്ത? ഞാൻ എന്തിനാ നിന്റെ ഫോൺ എടുക്കുന്നേ? എടുത്താലും പറഞ്ഞൊരു പണി അറിയണ്ടേ? ശരിയാണല്ലേ. അമ്മയുടെ ഫോണോടെ? എന്റെ ഫോൺ എന്ത് ഫോൺ കണ്ട്? എടാ, നീ ആദ്യം ഫുള്ള് നോക്കടാ. എന്നിട്ടല്ലേ ഞാൻ ഈ മുക്കിന് മൂലയില് മൊത്തം നോക്കി, അടുക്കള വരെ പോയി നോക്കി. അമ്മ ആദ്യം ഫോൺ തന്നിട്ട് ഫോൺ കോൾ ചെയ്ത് നോക്കാനാണ്. എന്റെ എടുത്തിട്ട് വരാം. ഇത് അതിലും വലിയ കഷ്ടമാണല്ലോ. അമ്മായി കനകാന്റി എടുത്തില്ലെന്ന് ഉറപ്പാണ്? കണ്ടിപ്പാ ഞാൻ சொல்றேன், நான் எடுக்கல. அங்க எங்கேயா தான் இருக்கும், நீ பாரு. നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പാണോ? ഞാൻ ഇങ്ങനെ ഫോൺ ഉണ്ട്. ഇറങ്ങിയിട്ടുണ്ട്. സത്തം കേക്കലല്ല? സൈലന്റ് ആണോ? അല്ല, ആണോ? എന്റെ അടുത്താ ചോദിക്കണേ? അതങ്ങനെ എനിക്കറിയാം, എനിക്ക് ഓർമ്മ വേണ്ടേ? ഞാൻ നോക്കാം. ആ റൂമിൽ കേൾക്കണ്ടോ നോക്കുന്നു. ചിലപ്പോ അതുവരെല്ലാം ഉണ്ടോ? ഇവിടെ ഇല്ലടാ. താങ്കൾ വിളിക്കുന്ന വ്യക്തി പ്രതികരിക്കണില്ല. പ്രതികരിക്കാൻ ആരെങ്കിലും എടുക്കണ്ടേ? കണ്ട എന്ത് ഫോണ്? ആരുടെ ഫോണ്? എന്റെ ഫോണടി. ഞാൻ കണ്ടില്ല. ഏട്ടൻ കണ്ട? എന്തോന്നു ഫോണ്? ആരുടെ? ചേട്ടൻ്റെ. ആരുടെ? എന്റെ ഫോണ് ഞാൻ കണ്ടൊക്കെ പിന്നെ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കണേ. അപ്പൊ നീ കണ്ടില്ല? ഇല്ല. അപ്പൊ ഇതെവിടെ പോയി? ഏട്ടാ, എന്നാ പിന്നെ ഞാൻ പോട്ടാ. എങ്ങോട്ട് പോണു? എനിക്ക് പഠിക്കാനുണ്ട് ഏട്ടാ. പോടി.
കേസു നീ അങ്കത്താൻ വെച്ചെന്ന് ഷുവറാ? ഞാൻ അങ്കത്താൻ വെച്ചേ. എന്തായാലും കുറച്ചു നേരത്തേനെങ്കിലും സ്വസ്ഥത കാണുമല്ലോ. കുറച്ചു നേരം ഫോൺ കണ്ടില്ലെന്ന് വിചാരിച്ചു ഒരു കുഴപ്പമില്ല. എന്തൊരു പരിപാടി അമ്മൂമ്മ പറയണേ? അത് അമ്മൂമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് കുറച്ച് കോള് വരാറുണ്ട് എനിക്ക്. നിന്നാലും മെർലിനല്ലാതെ വേറെ ആര് വിളിക്കേ? അമ്മ മെർലിൻ മാത്രമല്ല, എന്നെ വിളിക്കാൻ വേറെ ആൾക്കാരെ കൊണ്ട്. കഷ്ടമല്ലേ ഇത്? നീ ഇവിടെ ഫുള്ള് നോക്ക്, ചിലപ്പോ കിട്ടും. എന്നാ ഇരിക്കട്ട്, ഇപ്പൊ വിളിച്ചിട്ടും കാര്യമില്ലല്ലേ. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.